ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ തറവാട്ടിലെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഒന്ന് രണ്ടാം പെരുന്നാൾ എപ്പോഴും എൻ്റെ ഉമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ കയറിയപ്പോൾ ഓരോരുത്തരും ഓരോ പരിപാടിയിലായിരുന്നു കേട്ടോ. ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഇവിടെ ഒരുപാട് പൂച്ചകൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പപ്പാക്ക് ഇവിടെ പോത്തൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓരോരുത്തരും ഓരോ പരിപാടിയിൽ തന്നെയാണ്. ഉമ്മ പൈനാപ്പിൾ അരിയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഈ ബദാം ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുത്താൽ അതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഫലൂദയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മാമിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബിരിയാണിക്കുള്ള അരിയൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ച് ബിരിയാണിക്ക് ഇതിന് മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പറയുന്നത്. ഇന്നത്തെ ഷെഫ് എന്ന് പറയുന്നത് എൻ്റെ മാമയാണ് കേട്ടോ. മാമയുടെ സ്പെഷ്യലാണ് ഇന്നത്തെ. പിന്നെ എൻ്റെ ഉമ്മയുടെ അനിയത്തി എന്ത് പണി ഉണ്ടെങ്കിലും ആൾക്ക് പാട്ട് വേണം കേട്ടോ. പാട്ടില്ലാതെ ഒരു പണി നടക്കും. ഇടയിൽ ഞങ്ങളിങ്ങനെ മാങ്ങയ്ക്ക് ചെത്തി കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ പരിപാടിയായിട്ട് ഓരോരുത്തർ പോകുന്നുണ്ട്. പിന്നെ ഇതേ നമ്മൾ ബിരിയാണി വിളമ്പുന്ന ടൈമിലേക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇതേപോലെ ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ്. എല്ലാവരും ഉള്ളപ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാത്ത കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫലൂദ. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫോട്ടോഷൂട്ടിന് അടുത്തുള്ള പാടാണ് കേട്ടോ. പണ്ടൊക്കെ എപ്പോഴും വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ വരവ് അങ്ങനെ കുറവാണ്. പിന്നെ ഇവിടെ 2-3 ചായക്കടയും പാർക്ക് പോലെയൊക്കെ വന്നുകൊണ്ട് ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞൊരു ചായയോടെയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.